ഹേയ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആക്ഷൻ ഡൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഐഫോൺ 16 എന്ന് പറയുന്നൊരു ഫോൺ എൻ്റെ കയ്യിലുണ്ട്. The brand new 16. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ക്യാമറ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഐഫോണിൽ തന്നെയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഐഫോൺ 16 1 മന്തിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോങ് അല്ല, ഒരു ലോങ് ടേം റിവ്യൂ. അപ്പോൾ ഐഫോൺ 16 എന്ന് പറയുന്ന ഈ ഫോൺ ആദ്യമേ തന്നെ ഒറ്റ വാക്കി പറയുകയാണ്, ഐ ലവ് ദിസ് ഫോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിന് മുന്നേ ഐഫോൺ 13 എന്ന് പറയുന്നൊരു ഫോണാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. അതായിരുന്നു എൻ്റെ ഫോൺ. അത് ഞാൻ ഒരു 2 ഇയേഴ്സിൽ കൂടുതൽ 2.5 ഇയേഴ്സിന് യൂസ് ചെയ്തു. അതുമായിട്ടുള്ള ലൈഫ് സൂപ്പർ ആയിരുന്നു. അപ്പോൾ ആ ഫോണ് എന്റെ കയ്യിലില്ല, അത് കൊടുക്കേണ്ടി വന്നു. ഈ ഐഫോൺ 16 ഞങ്ങൾ എടുത്തെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ആ ഫോൺ കൊടുത്തു. അതിനുശേഷം ഐഫോൺ 16 എടുത്തു. അപ്പോൾ ഐഫോൺ 16 എടുത്ത വ്ളോഗൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട്, എൻ്റെ ഡാഡി, എൻ്റെ മമ്മി, അനിയനും ഞാനുമായിട്ട് പോയി ഫോൺ വാങ്ങിക്കുന്നതും, എൻ്റെ ഡാഡി മമ്മി എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് ഗൈസ് ഈ ഫോൺ വാങ്ങിച്ചത്. എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ യൂട്യൂബ് മണി വെച്ചാൽ അങ്ങനെ എടുത്ത ഫോണൊന്നുമല്ല. അത് നമ്മൾ ഇനി എടുക്കും ഗൈസ്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത് എടുക്കാൻ പോകുന്നൊരു പ്രോ വേരിയന്റ് ആയിരിക്കും. ഓക്കെ, ഒന്നും പറയാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. ഇപ്പൊ കൈ ഇരിക്കുന്ന സാധനത്തെ കുറിച്ച് പറയാം. പ്രോയിലൊക്കെ അതൊക്കെ ഐഫോൺ 16 1 മന്ത് ഞാൻ യൂസ് ചെയ്തിട്ട് ഈ ഫോൺ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഞാൻ ഫേസ് ചെയ്തോ, എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ നമ്മുടെ ഈ ആക്ഷൻ ഡ്യൂഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ, എന്നിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഫോണിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഫോൺ വാങ്ങിച്ചെന്ന് വെച്ചാൽ അടൂര് എക്സ്പീരിയ മൊബൈൽസ് എന്ന് പറയുന്ന അവിടെ പോയി വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അവിടെ ഫോണൊക്കെ നോക്കാം. അവിടെ കുറെ സെക്കൻഡ് ഹാൻഡ് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺടാക്ട് നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ അഥവാ ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം. ഓക്കെ, ഐഫോൺ 16 ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ കൈ എടുത്ത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അല്ലാണ്ട് ഫോണിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. ഐഫോൺ 16 ബോക്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് എന്റെ കയ്യിരിക്കുന്നത്. ഒരു അടിപൊളി ബ്ലാക്ക് കളറാണ്. ആദ്യമേ തന്നെ ഈ ഫോണിന്റെ കളറിനെ കുറിച്ച് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കളർ ഉണ്ടോ, അൾട്രാ മെറീൻ എന്ന് പറയുന്നത്, ഈ കളർ ആയിരുന്നു ഞാൻ വാങ്ങിക്കാൻ പോയത്. പക്ഷെ വാങ്ങിക്കാൻ പോയ സമയത്ത് ഈ കളർ അവിടെ ഇല്ലായിരുന്നു, സ്റ്റോക്ക് ഇല്ലായിരുന്നു, ബ്ലാക്ക് മാത്രമേ ഉള്ളായിരുന്നു. സ്റ്റോറേജ് 128 GB ആണ്. ഈ പ്രാവശ്യം 128 GB പിടിച്ച് 256 GB എടുത്തില്ല. പിന്നെ ഗൈസ്, ഒരു ട്രിക്ക് ഉണ്ട്, ഐക്ലൗഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു 256 GB. അതുകൊണ്ട് എന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ക്ലൗഡിലാണ്. അതുകൊണ്ട് ഫോണിനകത്തുള്ള സ്റ്റോറേജ് കുറെ ലാഭിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും ഫോണിന്റെ സ്റ്റോറേജ് ഒക്കെ നോക്കിയാൽ ഒരു 30 GB ഒക്കെ ഉള്ളു ഗൈസ്. കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഫോണിനകത്ത് കുഴപ്പമുണ്ട്. സ്റ്റോറേജ് ഞാൻ അങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഫോണിന്റെ. പിന്നെ മെയിൻ ഈ ഫോൺ 13 ഉപയോഗിച്ചിട്ട് ഇതിനകത്തോട്ട് വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഐഫോൺ 16 ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, പിന്നെ ആക്ഷൻ ബട്ടൺ ഉണ്ട്. ബട്ട് ഐ റിയലി മിസ് ദാറ്റ് മ്യൂട്ട് സ്വിച്ച്, മറ്റേ സാധനം, ആ സാധനം. ആ ഒരു വൈബ്രേഷൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ നമ്മളിങ്ങനെ നെക്കി പിടിക്കണം. അപ്പം നമ്മുടെ ആക്ഷൻ ബട്ടൺ എന്ന് വെച്ചാൽ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇപ്പോൾ ഷസാമാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മ്യൂസിക് റെക്കഗ്നൈസ് ചെയ്യും. അത് സൂപ്പറാണ്, ഈസി ടു യൂസ് ആണ്. പിന്നെ ഒരു വലിയ യൂസ് ഇല്ലാത്തൊരു ബട്ടൺ ഈ പ്രാവശ്യം ആപ്പിൾ കൊടുത്തിട്ടുണ്ട് ഐഫോൺ 16. അതായത് ദ വൺ ആൻഡ് ഓൺലി ന്യൂ ക്യാമറ ബട്ടൺ. ക്യാമറ കൺട്രോൾ എന്നാണ് ആപ്പിൾ വിളിക്കുന്നത്. ആ ഒരു ബട്ടൺ എനിക്ക് വലിയ യൂസ് ഒന്നും ഇല്ല. പക്ഷെ യൂസ് വരുന്ന വെച്ചാൽ ചിലപ്പം ഒരു പെട്ടെന്ന് സാധനം എന്തെങ്കിലും കാണുവാണെങ്കിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ യൂസ് പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ക്യാമറ വരും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാമറ കൺട്രോളിൽ കുറെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാമറ കൺട്രോൾ അങ്ങനെയൊക്കെയാണ് സംഭവം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നിങ്ങൾ ഐഫോൺ 16 യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യുക. ഏത് ഐഫോൺ യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഐഫോൺ 16 അപ്പോൾ നിങ്ങളുടെ ഐഫോൺ 16 നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുന്ന അറിയിക്കുക. ഓക്കെ, ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലെ ഞാൻ ഐഫോൺ 16 യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഓക്കെ, പിന്നെ വേറെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ കൺട്രോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോൺ ഓൺ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. കണ്ട, അപ്പം നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട്, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ 2 ബട്ടൺ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ ഓൺ ചെയ്യാം. കണ്ട,
അപ്പൊ ഇതാണ് തമാശ. 2 ബട്ടൺ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫോൺ ഓൺ ആക്കാം. പിന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആവും. സോ ഗൈസ്, ആപ്പിൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇന്ന് ഗ്യാങ് ആയിട്ട് പോരെ. സോ ഗൈസ്, ഞാൻ വെച്ചാൽ ഒരു റിയലി ആപ്പിൾ ഫാൻ ആണ് ഗൈസ്. എനിക്ക് ആപ്പിളിന് ഭയങ്കര ഇഷ്ടമാണ്. സാംസങ് ഇഷ്ടമല്ലെന്നല്ല പറയുന്നത്, സാംസങ്ങിന് ഇഷ്ടമാണ്, ആപ്പിളിന് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ആപ്പിളാണ് ഒന്നുകൂടി എനിക്ക് ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഇതുവരെയായിട്ടും പ്രോ വേരിയന്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതൊരു സ്വപ്നമാണ്. എന്നാലും ഐഫോൺ 16 എനിക്ക് ഒരു പ്രോ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീല് തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഗൈസ്, പിന്നെ ഈ ആപ്പിളിനെ ഫാൻ എന്നൊക്കെ പറയുന്നത് ഓക്കെയാണ്, പക്ഷെ എനിക്ക് ആപ്പിളിന് എനിക്ക് ചെറിയൊരു ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ഇവന്മാർ എപ്പോഴും ഈ 60 ഹെർട്സും കൊണ്ട് ഈ ബേസ് വേരിയന്റ് ഇങ്ങനെ നടക്കുന്നത്? എന്തോ ഗൈസ്, 2025 ഇപ്പോഴും ബേസ് വേരിയന്റിൽ 60 ഹെർട്സ് ആണ്. ചെറിയ ആൻഡ്രോയിഡ് ഫോണിൽ വരെ 144 ഹെർട്സ് വരെ കൊടുക്കുന്ന ബ്രാൻഡ്സ് ഉണ്ട്. ഐഫോൺ ഇപ്പോഴും ഗൈസ് പറഞ്ഞപ്പോ തന്നെ പോയേ ആകട്ടെ, ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. ഐഫോൺ 70 ചിലപ്പോൾ 90 ഹെർട്സോ വരാൻ ചാൻസ് ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അന്ന് വെച്ചാൽ അവരെന്തായാലും ബേസ് വേരിയന്റിൽ അത്ര സ്മൂത്തുള്ള റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ എന്തായാലും ആൾക്കാർ ബേസ് വേരിയന്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും കമ്പനി അങ്ങനെ ചെയ്യുന്നത്. അവരുടെ പ്രോയിലേക്ക് പോകാൻ വേണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആപ്പിളെ എന്നാലും അത് തന്നെ പരിപാടിയാണ്. പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേ ഒട്ടും മോശമെന്ന് പറയുന്നില്ല. അവരുടെ 60 ഹെർട്സ് അറിയാലോ, ഒരു പ്രത്യേക ഒരു സ്മൂത്ത് ആണ് ആനിമേഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു 120 ഹെർട്സ് ഒരു ഡിസ്പ്ലേ നോക്കിയിട്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പക്ഷെ ആപ്പിളിന്റെ 60 ഹെർട്സ് സൂപ്പർ ആണ്. പിന്നെ ആൻഡ്രോയിഡിലേക്ക് വരുമ്പോൾ അത് ഒരു കോമഡിയാണ്. 120 ഹെർട്സ് ഉള്ള ഫോൺ 60 ഹെർട്സ് ആക്കുമ്പോൾ ഒരുമാതിരി ലാഗ് പോലെ വരും. ആ ഒരു സംഭവമല്ല ഐഫോണിൽ. 60 ഹെർട്സ് എന്ന് വെച്ചാൽ ചെറിയൊരു 90 ഹെർട്സ് ഫീലൊക്കെ വരും. ആ സംഭവം ഭയങ്കര സ്മൂത്ത് അനിമേഷൻ ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഗൈസ് കണ്ടോ, ഇതെനിക്ക് ഇടയ്ക്ക് വന്നൊരു ബഗ്ഗാണ്. ഇത് എന്തിനാ വന്നതെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ വന്നതെന്നും എനിക്കറിയത്തില്ല. വാട്സപ്പിൽ വന്ന ബഗ്ഗാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ക്യാമറയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട്. ക്യാമറയിൽ കുറെ പുതിയ ഫിൽറ്റേഴ്സ് ഒക്കെ ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ മൂഡ് അനുസരിച്ച് ഓരോ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. കുറെ ഫിൽറ്റർ അടിപൊളിയാണത്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഏറ്റവും ലാസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഉണ്ട്, അത് സൂപ്പറാ. പിന്നെ ഒരു മഞ്ഞ പോലത്തെ ഒരു കളർ ഉണ്ട്, പിന്നെ ഒരു ഡ്രാമാറ്റിക് കളർ ഉണ്ട്. പണ്ട് ഇപ്പോഴത്തെ ആ വിവിടും അതൊക്കെ പോയി ഗൈസ്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്നാലും ആപ്പിള് നമ്മളെ വലിയതായിട്ടൊന്നും വിഷമിപ്പിച്ചിട്ടില്ല. അവര് ഈ പ്രാവശ്യം അവരുടെ പ്രോ ഫോണുകളിൽ കൊടുത്ത ക്യാമറ കൺട്രോളും പ്രോ ഫോണിൽ കൊടുത്ത ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം ബേസ് വേരിയന്റ് ഫോണിലും ഉണ്ട്. പിന്നെ ഐഫോൺ 15 A16 ബയോണിക് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഐഫോൺ 16 A17 ആയിരിക്കുമെന്ന്. പക്ഷേ A17 സ്കിപ്പ് ചെയ്തിട്ട് A18 ആണ് ഗൈസ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. A18 എന്ന് പറഞ്ഞാൽ ഒരു കിട്ടില്ല പവർഫുൾ പ്രോസസ്സറാണ്. ഞാൻ ഈ ഫോണിനകത്ത് അസാസിൻസ് ക്രീഡ് പിന്നെ റെസിഡന്റ് ഈവിൾ വില്ലേജ് എന്ന് പറയുന്ന ഗെയിമൊക്കെ കളിച്ചു നോക്കി. നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ കഴിയും. അസാസിൻസ് ക്രീഡ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ ഫോണിലെ ഒരു 15% ബാറ്ററി ആയാലും അത്യാവശ്യം നല്ലൊരു റൺ ആവുന്നുണ്ട്. പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബേസ് വേരിയന്റ് ഫോണിലും ആപ്പിൾ അത് കൊടുത്തത് കാര്യമായി. ആപ്പിൾ ഇന്റലിജൻസ് ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഇവര് പറയുന്നത് ബിൽറ്റ് ഫോർ ആപ്പിൾ ഇന്റലിജൻസ് ആണ് ഈ ഫോണിനെ അവർ പറയുന്നത്. എന്നാലും ഐ റിയലി മിസ് ദിസ് കളർ അൾട്രാ മെറീൻ ഗൈസ്. സോ ബ്ലാക്ക് ഒട്ടും മോശമല്ലെന്നല്ല പറയുന്നത്. ബ്ലാക്ക് ഒരു പ്രത്യേക ഒരു പ്രീമിയം ഫീല് കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഫോണിലെ എനിക്ക് ചെറിയൊരു ഡിസപ്പോയിന്റഡ് ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മനസ്സിന് ഒരു ചെറിയൊരു വിഷമം തോന്നിയൊരു സംഭവമുണ്ട്. അതായത് ഈ ഫോണിന്റെ ക്യാമറയുടെ റിങ്ങില് ചെറിയൊരു പെയിന്റ് പോയിട്ടുണ്ട്. ഒരു പെയിന്റ് പോയിട്ടുണ്ട് ഗൈസ്. അതെന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോക്കറ്റിൽ ഇട്ടതാണോ അതോ താക്കോലൊക്കെ പോക്കറ്റ് ഇട്ടിട്ട് ഫോൺ എന്റെ മേളിൽ സംഭവിച്ചാണോ ഒരു ഐഡിയ ഒരു പിടിയില്ല. എന്നാലും ചെറിയൊരു കുത്തായിട്ട് ഒരു പെയിന്റ് പോയിട്ടുണ്ട്. അതെനിക്ക് ഇതായി പോയി. ഞാൻ മറ്റേ ജെറിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഐഫോൺ 16 ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിട്ട് ഇങ്ങനെ ഒരച്ചിട്ടും കുറെ സ്ക്രാച്ച് ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും എന്റെ ഈ ഫോൺ എങ്ങനെ സ്ക്രാച്ച് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തറയിൽ വീട്ടിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചെറിയൊരു കുത്തായിട്ട് ഒരു പെയിന്റ് പോയിട്ടുണ്ട്. അപ്പം ഐഫോൺ 60 ബിൽഡ് ക്വാളിറ്റി നല്ലതാണോ? നല്ലതൊക്കെയാണ്. പിടിക്കുമ്പോൾ നല്ല ഇൻഹാൻഡ് ഫീൽ പൊളിയാണ്. കവറൊക്കെ ഇടാതെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസവും പിടിക്കാൻ. പിന്നെ നമ്മുടെ പ്രോ ഫോണിലാണ് ഏറ്റവും നല്ലത് കൊടുക്കുന്നത് ഐഫോൺ 16. ഇതിലൂടെ അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആപ്പിൾ ഇന്റലിജൻസ്. ആദ്യമേ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇല്ലായിരുന്നു. അത് പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച പിറ്റേ ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്ത്. പിന്നെ കൊള്ളാം. എന്നാലും കുറച്ച് അവിടെ ഇവിടെ എന്തോ ഒരു ബുദ്ധിക്കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്ത്. പിന്നെയാണ് ഗൈസ് iOS 18.2 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വന്ന്. അയാളെ മോനെ അതായത് കിട്ടില്ല അപ്ഡേറ്റ്. പിന്നെ ഇപ്പോഴും ഒരു അപ്ഡേറ്റ് വന്ന് കുറച്ച് ബഗ് ഫിക്സ് ചെയ്യുന്നത് അതും ചെയ്ത് ഗൈസ്. ഞാനൊന്നും നോക്കുന്നില്ല. അപ്ഡേറ്റ് ഒക്കെ വരുക അന്നേരം ചെയ്യുക. ഐഫോൺ 16 അങ്ങനെ കേസ് വരുന്നില്ല. അപ്ഡേറ്റ് ചെയ്ത് ഫോൺ അടിച്ചു പോകുന്നു അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ചെയ്യുവാണ്. പിന്നെ ആ ഒരു ബാർ നമ്മുടെ ഏറ്റവും താഴത്തെ ബാർ ഉണ്ടല്ലോ വൈറ്റ്, അതിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു സാധനം പൊങ്ങി വരും. അത് നമുക്ക് ടൈപ്പ് ചെയ്ത് സിറിയിൽ സംസാരിക്കാം. അത് സൂപ്പറാണ്. അതൊക്കെ ഞാൻ ഡെയിലി നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു
സംഭവമാണ് കേസ്. പിന്നെ എനിക്ക് യൂസ് ആവാത്തൊക്കെയാണ് ഈ ക്യാമറ കൺട്രോൾ. അതിനെ അധികം യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ചിലപ്പോൾ ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കളിച്ചു നോക്കും. അല്ലാണ്ട് വേറെ ഒന്നും ആ ഒരു ക്യാമറ ബട്ടണിൽ കൊണ്ട് എനിക്കൊരു യൂസും ഇല്ല ഗൈസ്. സാധാരണ ഇപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ ഫോൺ സൂപ്പറാണ്. ഐഫോൺ 13 അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊള്ളാം, നല്ലൊരു ഫോണാണ്, നല്ല പവർഫുൾ ഫോണാണ്. ഞാൻ ഇപ്പൊ കുറെ നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് ഒക്കെ ഇപ്പൊ ഒരു 55 ആയിട്ടുണ്ട്. അത്രയ്ക്കും ചാർജ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ ആദ്യമേ ഫോൺ വാങ്ങിച്ചപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 1 വീക്ക് ഒക്കെ 2 വീക്സ് ഒക്കെ ആയപ്പോ ഭയങ്കരമായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവും. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോഴും ക്യാമറ ഒക്കെ തുറക്കുമ്പോഴും ചൂടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഈ ഐഫോൺ ഇങ്ങനെ ചൂടാവുന്നത്? എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റിയ ചൂടാണ്. 13 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ചൂടൊന്നുമില്ല. ഇപ്പൊ ക്യാമറ, ഡിസ്പ്ലേ സൂപ്പറാണ്. സ്പീക്കർ നല്ലതാണ്. കുറച്ച് ഒരു ചെറിയൊരു ലൗഡ് ഒക്കെ ഈ സ്പീക്കറിനുണ്ട്. ഐഫോൺ 16 സ്പീക്കർ കുറച്ച് ലൗഡാണ്. പിന്നെ കുറച്ച് വെയിറ്റും കുറച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തു. പിന്നെ ഇപ്പൊ ബാറ്ററി ഹെൽത്ത് കറന്റ് 100% ആണ് ഇരിക്കുന്നത്. കാരണം ഫ്രഷ് ഫോൺ ആണല്ലോ. അപ്പൊ ഇനി എന്തായാലും ഐഫോൺ 17 വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഐഫോൺ 17 എന്തെങ്കിലും ഒരു ഭയങ്കര ഫോണാണെന്ന് തോന്നുന്നത്. ഐഫോൺ 20 എന്തായാലും ഒരു മാസ് മരിക സാധനമായിരിക്കും. സോ വെയിറ്റിംഗ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഐഫോൺ 16 കുറിച്ച്. ഒരു വേർഡ് പറയുവാണെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഫോൺ. ഐ ലവ് ദിസ് ഫോൺ. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഫോണിന്റെ കൈ കിട്ടിയത്. അന്നോട്ട് ഈ ഒരു 2025 ജനുവരി വരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഡെയിലി യൂസ് ആണ്. ഞാൻ നല്ല റഫ് യൂസ് ആണ് ഈ ഫോൺ. എപ്പോഴും ഫോൺ കൈ തന്നെ ഇരിക്കും. ഫോട്ടോസ് ആപ്പ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പിന്നെ കുറച്ച് ഗെയിംസ് കളിക്കും. ഗെയിംസ് അങ്ങനെ കളിക്കാറില്ല, എന്നാലും ഗെയിംസ് കളിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിന്റെ പ്രോസസർ ഉണ്ടല്ലോ, പ്രോസസർ സൂപ്പർ ആണ്. അപ്പം അതിന്റേതായ നല്ലൊരു ഫാസ്റ്റ്. ഓരോരോ അപ്ഡേറ്റിന് ശേഷം ഫോണിന് കുറച്ച് മാറ്റങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ ഒരു ഐഫോൺ 15 കൈ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഐഫോൺ 16 നോക്കണ്ട. ഐഫോൺ 15 തന്നെ ഫാർ ബെറ്റർ ആണ്. പിന്നെ ഐഫോൺ 13 12 11 ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഈ ഒരു ബേസ് വേരിയന്റ് ഫോണിലേക്ക് ചാടണമെങ്കിൽ നേരെ 16 തന്നെ വരിക, അല്ലാണ്ട് വേറെ പോകേണ്ട വരും. പിന്നെ പ്രോ എടുക്കാൻ പോകുന്നവൻ പ്രോയെ എടുക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി പ്രോ തന്നെ എടുക്കുക. അല്ലാണ്ട് ബേസ് വേരിയന്റ് തന്നെ മതി നോക്കുവാണെങ്കിൽ നിങ്ങൾ ഐഫോൺ 16 എടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡിന്റെ ഒരു ഐഫോൺ 16 1 മന്തിൽ കൂടുതൽ യൂസ് ചെയ്ത ഒരു ഫെയർ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും ചാനലൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഐഫോൺ 16 റിവ്യൂ ഇതോടെ നിർത്തുന്നില്ല. ഇനി ഒരു കുറച്ച് മാസങ്ങൾ യൂസ് ചെയ്തിട്ട് പിന്നെ 1 ഇയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ പറയും. ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.